ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത പലതരം ഈവനിങ് സ്നാക്കാണ്. ഇഫ്താറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം എണ്ണ കുറക്കാൻ പറ്റുന്നുണ്ടോ അത്രയും കുറഞ്ഞ എണ്ണയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. എല്ലാം ഷാലോ ഫ്രൈ ചെയ്യുന്ന സ്നാക്കാണ്. ഞാൻ ചിലപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കുറക്കാൻ പറ്റുന്നുണ്ടോ അത്രയും എണ്ണ കുറച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് ബ്രെഡും ചിക്കനും വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പാർട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബ്രെഡിൻ്റെ ആ ഒരു പുറം ഭാഗം 4 സൈഡും കട്ടാവാത്ത രീതിയിൽ ഈ അകത്തെ പാർട്ട് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കളയണ്ട, ഇത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറക്കാം. 1 ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ആദ്യം ഈ ഒരു പാർട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 2 പീസ് നമുക്ക് പാനിൽ കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 2 പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് മുട്ട നമ്മൾ ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. 2 ഈ പീസിലോട്ടും മുട്ട ഇതുപോലെ അകത്ത് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഈ ഒരു മഞ്ഞക്കരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം നല്ലോണം കുറക്കുക, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നല്ലോണം കുറച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ക്യാപ്സിക്കം, അതുപോലെ തക്കാളി, പിന്നെ വേണമെങ്കിൽ ഒരിച്ചിരി സവാള വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും കൂടെ മുകൾ ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതിലൊന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും എന്തായാലും അത് ഒട്ടിക്കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് നിങ്ങൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ മിൻസ് ചെയ്തതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്ലൈസ് ചെയ്ത പീസാണ്. വലിയ പീസാണെങ്കിൽ വലിയ പീസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 ആയിട്ടൊക്കെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അടിഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ മാറ്റാം. ഈ ഒരു സമയത്തൊക്കെ വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. നമ്മൾ എല്ലാ സംഭവവും ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിലൊക്കെ ഫ്ലെയിം കൂട്ടി വെക്കാം. ആദ്യം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചാൽ മതി. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി നെയ്യൊക്കെ ആക്കി കൊടുക്കാം. മറ്റേ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. അങ്ങനെ നല്ലോണം മൊരിച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ അടിഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. കരിഞ്ഞു പോവാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിത് കഴിക്കാൻ നേരത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. കാണാനും ഒരു ഭംഗിയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. നമുക്ക് കാണാനും ഒരു ഭംഗിയാണ്, അതുപോലെ
കഴിക്കാനും ഒന്നും കൂടെ നല്ലത്. സിംഗിൾ പീസായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ സാൻഡ്വിച്ച് കട്ട് ചെയ്യുന്ന പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നമുക്ക് എളുപ്പത്തിലും അതുപോലെ വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുറഞ്ഞ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ആലു ചിക്കൻ ടിക്കയാണ്. അപ്പോൾ ഇതും എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 400 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി എടുത്ത ശേഷം വെള്ളം നല്ലോണം വാർന്നിട്ട് തന്നെ എടുക്കുക കേട്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ സ്ട്രെയിനറിൽ ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലാകുമ്പോൾ അങ്ങനെ അരഞ്ഞ് പേസ്റ്റ് പരുവത്തിലല്ല, നമുക്കൊരു ക്രഷായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല വലിയ ഒരു പൊട്ടോറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പൊട്ടോറ്റോ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. നല്ല വലിയ പൊട്ടോറ്റോ ആണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും 1 സവാളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിച്ചിരി പെരുംജീരകം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യമായിട്ടൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. വെള്ളമൊന്നും ചേർക്കാതെ വേണം. പിന്നെ 1 മുട്ട ചേർത്ത് കൊടുക്കാറുണ്ട്. ചെറിയ മുട്ട നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിച്ചിരി ലൂസാവും. അപ്പോൾ ഒരിച്ചിരി കോൺഫ്ലവറോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്തിട്ട് നമുക്കൊന്ന് ബോൾസാക്കി എടുക്കാം. പാകത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ക്രഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അങ്ങനെ പേസ്റ്റ് പരുവത്തിലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പൊട്ടോറ്റോ വേവിക്കാത്ത പൊട്ടോറ്റോയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെയാണ് ഇതിപ്പോൾ ഉള്ളത്. ഇനി ഇതിലോട്ട് ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് മാവ് ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഒരു 1 2 അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂണ് കോൺഫ്ലവർ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കയ്യിലൊരിച്ചിരി എണ്ണ തടവി കൊടുത്തിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ഒരു ഷേപ്പാക്കി ഒരു ബോൾസാക്കി എടുത്താൽ മതി. ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് ബോൾസാക്കി നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ നിരത്തി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ല, എല്ലാം കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ്. അല്ലാതെ ഇത് വഴറ്റിയെടുക്കാനോ പിന്നെ ഫില്ലിങ് ചെയ്ത് വെച്ച് കൊടുക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫ്രൈ പാൻ എടുക്കുക, തവയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനോ എടുത്തിട്ട് ചൂടായി വന്ന ശേഷം എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എണ്ണ അധികം കഴിക്കാത്ത ആളാണെങ്കിൽ എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ്. ഫ്ലെയിം ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറക്കുക. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലല്ല വെക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. പിന്നെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ അങ്ങനെ നല്ലോണം കനത്തിൽ ആക്കി എടുക്കണ്ട, കുറച്ചും കൂടെ ഫ്ലാറ്റായിട്ട് തിന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര കനത്തിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ തിന്നാക്കി ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേണമെങ്കിൽ ബ്രൗൺ കളറായി കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സൈഡും കൂടെ ഒന്ന് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഓപ്ഷണലാണ്. എന്തായാലും വെന്ത് കിട്ടും. സൈഡ് കളറും കൂടെ ബ്രൗൺ കളറായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം വെച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് നേരമൊന്നും വെക്കുന്നില്ല. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റുന്നുണ്ട് ഇതിൽ നിന്നും. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ അല്ലേ. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. ഈ ഒരു രീതിയിൽ
അപ്പോൾ ഇതായിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റിയാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ, ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് നമ്മൾ ഉണ്ടാക്കിയ അളവിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിൽ അരിഞ്ഞതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്. മാവ് നല്ലോണം ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രെഡ് ക്രംസ്, കോൺഫ്ലവറൊക്കെ ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും. മാവ് ലൂസാകാതെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മസാല അടുക്ക് പത്തിരിയാണ്. സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അടുക്ക് പത്തിരിയാണ് കേട്ടോ, സ്വീറ്റ് അല്ല. അപ്പോൾ ഇതും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. കൂടുതലും ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുത്തിട്ടുള്ള ചിക്കനാണ്. ഞാനിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചെറുതായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ 1/4 ടീസ്പൂണ് നിറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല തിക്ക് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്താൽ മതി. മസാല നല്ല തിക്കായിട്ട് പരണ്ടിരിക്കുന്ന ഒരു പരുവം. നമ്മൾ സാധാ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഒരുപാട് മസാലയൊന്നും വേണ്ട, നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഇതിൽ ബാക്കിയുള്ള എണ്ണ നമ്മൾ മസാല ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഒരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ്ട, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നും. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ ഇതിൽ നിന്നും മാറ്റിയാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു ബാക്കിയുള്ള എണ്ണ നമ്മൾ സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു ഫ്രൈ ചെയ്ത ചിക്കന് ഇനി നമ്മളിത് ചൂടാറി കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് അടർത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ടല്ല ക്രഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല, നല്ലോണം ചെറുതായിട്ട് ഒരു പൊടിഞ്ഞ് വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് കൈകൊണ്ട് അടർത്തിയെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് ഞാൻ ചെറിയ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വലിയ പച്ചമുളകൊന്നുമല്ല, മീഡിയം സൈസിലുള്ള 2 പച്ചമുളക്, 1-2 പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി, 1/2 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 10-12 എണ്ണം വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, ക്രഷ് ചെയ്തെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടായ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചേർത്തിട്ട് ഇത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എണ്ണ കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സവാള ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചാൽ മതി. കുറേ കൂടുതൽ നമ്മൾ ആദ്യം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് തന്നെ ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഈ ഒരു സമയത്ത് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 തണ്ട് കറിവേപ്പിലയൊക്കെ മതിയാകും. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലോട്ട്
പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരിച്ചിരി മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള് മാത്രം. പിന്നെ ഇതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആദ്യം ഫ്ലെയിം നല്ലോണം കുറക്കാട്ടോ, നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം കുറക്കണം. അപ്പോൾ ഇതിലോട്ട് മുളക് പൊടി അങ്ങനെ നമ്മൾ പച്ചമുളക് അതുപോലെ കുരുമുളക് പൊടിയൊക്കെയാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കണ്ട, ഒരിച്ചിരി മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഈ ഒരു മസാലയിൽ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടെ ഇങ്ങനെ വഴന്ന് വരുമ്പോൾ മസാലയൊക്കെ പിടിക്കുമ്പോൾ നല്ല പറഞ്ഞൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിൽ നിന്നും നല്ല ഡിഫറെൻ്റാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം ഈ ഒരു രീതിയിലുള്ള മസാലയും, എല്ലാ സ്നാക്കിനും യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ചിക്കനാണ് നമ്മൾ ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് കുറച്ചിട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് ചേർത്തിട്ടും ചെയ്യാം, ക്യാപ്സിക്കം, ക്യാബേജും ഒക്കെ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതിലേക്കുള്ള നമ്മൾ മാവ് റെഡിയാക്കണം, ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 കപ്പ് പാൽ, സാധാ പശുവിൻ പാലാണ്, 1/2 കപ്പ് നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മാവിൻ്റെ പരുവൊക്കെ പാകത്തിനായിക്കോളും. പിന്നെ നല്ലോണം തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം അല്ലെങ്കിൽ പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് നമുക്ക് വേണ്ടത്. നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഇനി ഒരു പാൻ ചൂടായ ശേഷം ഫ്ലെയിം നല്ലോണം നല്ലോണം കുറച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുക്കുക. കുറച്ച് തിന്നായിട്ട് തന്നെ ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് മുകൾ ഭാഗം കുക്കായി വരുന്നതിന് മുന്നേ തന്നെ, നല്ല കംപ്ലീറ്റ് കുക്കാകുന്നതിന് മുന്നേ തന്നെ ഇതിൽ നേരെ പകുതി പാകത്തേക്കാണ് നമ്മൾ ഈ ഒരു മസാല വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴം വെച്ചിട്ടുള്ള അടുക്ക് പത്തിരി, അതുപോലെ മുട്ട അടുക്ക് പത്തിരിയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്വീറ്റായിട്ടുള്ള ആ ഒരു മസാല ഫില്ലിങ് ഉണ്ടാവുമല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതുപോലെ പകുതി പാകത്തേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഇത്ര അധികം തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മസാല കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മസാലയുടെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കുറക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നല്ലോണം കുക്കാകുന്നതിന് മുന്നേ തന്നെ വേണം നമ്മൾ മടക്കി കൊടുക്കാനായിട്ടല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും ആ ഒരു പാകമൊക്കെ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് മാവ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗത്തേക്ക് തന്നെ തുടങ്ങാം കേട്ടോ മാവ് ഇട്ട് കൊടുക്കാനായിട്ട്, ആ ഒരു കാൽഭാഗത്തേക്ക്. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ആക്കി കൊടുത്താൽ മതി, കുറച്ച് തിന്നായിട്ട് തന്നെ. ഇനി ഈ ഒരു ഭാഗം കൂടി നമ്മൾ നല്ലോണം കുക്കാകുന്നതിന് മുന്നേ തന്നെ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മറ്റേ ഭാഗത്തേക്കൊക്കെ ഇതുപോലെ കുറച്ച് ഞാൻ മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ കുക്കാകുന്നതിന് മുന്നേ ഇതുപോലെ ഈ ഒരു പകുതി ഭാഗത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റേ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. ഫില്ലിങ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത പാകമല്ല, മറ്റേ പാകം ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ ബാക്കി പാകം അവിടെ കാലിയായില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാവിട്ട് കൊടുക്കുക. നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു മടക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ. എന്നിട്ട് ഇതുപോലെ നമ്മൾ
മാവ് ഇങ്ങനെ ദോശയുടെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ ബാക്കി ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ റിപ്പീറ്റ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ള മാവും അതുപോലെ മസാലയും ഒക്കെ തീരുന്നവരെ ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ മസാല വെച്ച് കൊടുക്കുമ്പോഴും ഒക്കെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടരുത്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ദോശയൊക്കെ നല്ലോണം കുക്കാകുന്നതിന്, നമ്മൾ ചുട്ടെടുത്ത ദോശ കുക്കാകുന്നതിന് മുന്നേ തന്നെ, ഓവറായിട്ട് കുക്കാകുന്നതിന് മുന്നേ തന്നെ മസാല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ കാണിച്ച പോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് മൊത്തം തീർന്നു, കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മസാലയും പാകത്തിന് തന്നെ ആയിട്ടുണ്ട്, മസാലയും ബാലൻസ് ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ മസാല കുറച്ച് നല്ല കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നുമില്ല, എന്നാലും നല്ലോണം കട്ടിക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് മടക്കി എടുക്കുമ്പോഴൊക്കെ ആ ഒരു ഫില്ലിങ്ങൊക്കെ നല്ലോണം ഇങ്ങനെ എന്താ പറയുക അതന്നെ കൂടുതലായി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് ഇങ്ങനെ ഒരു തിൻ ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ അവസാനം ഇതുപോലെ അവസാനം നമ്മൾ ആ ഒരു പാകം മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ ഫില്ലിങ്ങും അതുപോലെ ദോശയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട് കൊടുത്ത ദോശ കുറച്ച് നല്ല വലിയ ദോശ തന്നെ ആക്കി കൊടുക്കട്ടെ. ഇതിപ്പോൾ കുറച്ചൊന്ന് സൈസ് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഇതിൻ്റെ ഈ ഒരു അറ്റമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. മറ്റേ മൈദമാവനെ നേരത്തെ ദോശമാവനെ ബാലൻസ് വെച്ചത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ബാലൻസ് ഉള്ള ദോശമാവ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, ഇതിലോട്ടൊക്കെ ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുക. നമ്മളിത് തിരിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ അത് കുക്കായിക്കോളും. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി മൊത്തം ലെയർ ഉണ്ടല്ലോ, ആ ഒരു ലെയറൊക്കെ ഒന്ന് കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മാവ് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഈ ഒരു സൈഡൊക്കെ കൂടുതൽ തന്നെ മാവ് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു പാകമൊക്കെ മൊത്തത്തിൽ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ കവറായി കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മാവ് ഒരു ഇച്ചിരി കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, മറ്റേ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് തന്നെ ഓവറായി പോകും. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ തിരിച്ചും മറിച്ചും ഇനി നന്നായിട്ടൊന്ന് കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വീണ്ടും നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിലും കൂടെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. സൈഡിലോട്ടൊക്കെ ഇതുപോലെ കുറച്ചൊന്ന് ആക്കി കൊടുത്താൽ മതി. അതുപോലെ മുകൾ ഭാഗത്തേക്കും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി മറ്റേ ഭാഗത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളറായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ, ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ല, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം, ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം, കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അടുക്ക് പത്തിരിയാണ്. നല്ല മസാലയൊക്കെ, ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ആ ഒരു റെസിപ്പി കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ഒരു പഴം വെച്ചിട്ടുള്ള അടുക്ക് പത്തിരി ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ. അത് വേറൊരു ടേസ്റ്റാണ്. ഇത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ മസാലയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ്. അപ്പോൾ രണ്ടും അതിൻ്റെതായ രീതിയിൽ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. കാണാനും ഒരു ഭംഗിയാണ്. വേണമെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്യുന്ന മാർക്ക് ഇട്ട് കൊടുത്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ പീസായിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ലെയറായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ സാധാരണ സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ റാപ്പാണ്. അപ്പോൾ ഇതും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒന്നിച്ച് തന്നെ 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം, അല്ലെങ്കിൽ ക്യാരറ്റ്, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്താണെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി
ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഇനി ഇത് ഒന്നും കൂടി ഇത് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ചിക്കന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നേരത്തെ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണല്ലോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ മാത്രമായിട്ടും ചെയ്യാം കേട്ടോ. ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഒന്നിച്ച് 1/4 കപ്പ് എന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ മസാല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിക്കായിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ, ഗോതമ്പ് പൊടി വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു പരുവത്തിൽ ഇതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പരുവം. നമ്മൾ സാധാ ഗോതമ്പ് പൊടി വെച്ചിട്ട് ദോശ ഉണ്ടാക്കി എടുക്കുന്നില്ല, ആ ഒരു പരുവം തന്നെയാണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരു തവ നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ ദോശ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇത് കുക്കായി വരുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. കംപ്ലീറ്റ് അങ്ങനെ ക്രിസ്പി ആക്കി ആ ഒരു രീതിയിലൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് കുക്കാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. എന്നിട്ട് ഓരോ ദോശ നമ്മൾ ഉണ്ടാക്കിയെടുക്കും തോറും നമ്മൾ ഇതിലോട്ട് ഫില്ലിങ് വെച്ചിട്ട് മടക്കി കൊടുക്കണം. കംപ്ലീറ്റ് ദോശ ഉണ്ടാക്കിയിട്ട് ഫില്ലിങ് വെക്കാൻ നിൽക്കണ്ട. അങ്ങനെ വരുമ്പോൾ പൊട്ടിപ്പോവും. മടക്കിയെടുക്കുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ മടക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കും തോറും നമ്മളൊരു പ്ലേറ്റിലോട്ട് ആക്കുക. എന്നിട്ട് നടുക്ക് ഇതുപോലെ മസാല വെച്ച് കൊടുത്തിട്ട് 4 സൈഡും ഈ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ മാത്രം ദോശമാവ് ഇതുപോലെ കുറച്ചൊന്നാക്കി കൊടുത്താൽ മതി. ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കിയെടുക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വേണമെങ്കിൽ ആക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചൂടുണ്ടാവുകൊണ്ട് എന്തായാലും ഒട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ബോക്സ് പോലെ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഓരോ ദോശ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ തന്നെ മസാല വെച്ച് കൊടുത്തിട്ട് 4 സൈഡും മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ചെയ്ത് വെച്ചിട്ട് ഇനി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് റോളാക്കി എടുത്തിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഒരു ക്രിസ്പി പരുവത്തിൽ, പുറം ഭാഗം ക്രിസ്പി പരുവത്തിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു തവ ചൂടായ ശേഷം ഇതുപോലെ ബട്ടറോ എണ്ണയോ ഒരിച്ചിരി ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളുണ്ടാക്കിയ ഈ ഒരു അപ്പക്കൂട്ടും ഈ ഒരു ബോക്സും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം 4 എണ്ണം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കുക. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ 2 സൈഡും ചെറുതായിട്ടൊരു ക്രിസ്പി പരുവത്തിലായി വരുമ്പോൾ ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണിത്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റഫ്ഡ് എഗ് ക്യാപ്സിക്കം റിംഗ് ആണ്. ഇതും നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള, ഏകദേശം ഒരു പകുതി സവാളയൊക്കെ മതിയാകും. അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവായിട്ട് ചാട്ട് മസാല പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത്
കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം കൂടി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മുട്ടയാണ്. അപ്പോൾ ഇതിലോട്ട് ഈ ഒരളവിൽ ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. നമ്മൾ വലിയ പൊട്ടറ്റോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ പൊട്ടറ്റോ എല്ലാം എടുത്തപ്പോൾ ഒരു മുട്ടയൊക്കെ മതിയാകും. ഇത് തിക്കായിട്ടുള്ള ഇതാണ്, പരുവാണ്, മസാലയാണ് വേണ്ടത്, ലൂസായിട്ടല്ല വേണ്ട. നമ്മൾ ലൂസായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒഴുകിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് മസാല ഈ ഒരു രീതിയിലാണ് വേണ്ട. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഞാൻ ഓൾറെഡി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലോട്ട് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്, ഒരുപാട് കട്ടിക്ക് വേണ്ട. പിന്നെ ഇതിലോട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ 3 ക്യാപ്സിക്കം സ്ലൈസാണ് വെച്ച് കൊടുത്തിട്ടുള്ള റിങ്. നോക്കിയിട്ട് നമുക്ക് ബാലൻസ് മസാല എത്രയുണ്ടെന്ന് അനുസരിച്ച് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഇതുപോലെ നിറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ നിറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി 2 എണ്ണം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരളവിൽ 5 റിങ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇങ്ങനെ അകത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം കംപ്ലീറ്റ് കുക്കായിട്ടില്ല, നമ്മളത് മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ആയി വന്നോളും. നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണ്ട. മറ്റേ ഭാഗം കംപ്ലീറ്റ് കുക്കായിട്ടില്ലല്ലോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഇട്ടപാടെ അങ്ങനെ മൂവ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി സൈഡിലോട്ടൊക്കെ എണ്ണ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കാനൊക്കെ പറ്റും. നമ്മൾ ഇട്ടപാടെ ചെയ്യുമ്പോൾ തന്നെ മൊത്തത്തിൽ സ്പോയിലായി പോവും, മുട്ട അധികം വേകാത്ത കൊണ്ട് മുകൾ ഭാഗം. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ മാറ്റിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. എഗ് സ്റ്റഫ്ഡ് ക്യാപ്സിക്കം റിങ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ സെർവ് ചെയ്ത് കാണുമ്പോഴും ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മസാല ബ്രെഡ് ടോസ്റ്റാണ്. സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ. അപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർക്കാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി പാല് ചേർക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ് മാത്രം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമല്ല കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു സവാളയുടെ ഒരു 1/4 ഭാഗമൊക്കെ മതിയാകും. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഇതിലോട്ട് നെയ്യാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ബ്രെഡ് നമുക്ക് ഈ ഒരു മുട്ടക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ ഒരു മുട്ടക്കൂട്ടിൽ ബ്രെഡ് ഒന്ന് 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു തവയിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സവാളയും മല്ലിയിലയും ഒക്കെ മെല്ലെ കോരി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാം പാനിലോട്ട് വിതറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലോണം കളറൊക്കെ മാറി കരിഞ്ഞ പരുവാകാനൊന്നും നിൽക്കണ്ട. ഈ ഒരു രീതിയിൽ വരുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു പഫ്സാണ്. നമ്മളിത് ഫ്രൈ പാനിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് പാല്. അപ്പോൾ 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു ചൂടുള്ള പാലാണ്. 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതുവരെ നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് മസാലപ്പൊടിയുടെ ഒരു പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് വേണ്ടത്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് മാറ്റി വെക്കാം ഇത്. ഇനി നേരത്തെ കുഴച്ച് വെച്ച ഈ ഒരു മാവൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുത്താൽ മതി. അതിനേക്കാളും കുറച്ച് വലിയ സൈസാക്കിയിട്ട് പരത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നീട് അത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നോർമൽ ചപ്പാത്തിയുടെ ഒരു സൈസിൽ മാത്രമേ പരത്തിയിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നന്നായിട്ട് തന്നെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് റോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ബോൾസ് ആക്കി എടുക്കണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പൊടി തട്ടി കൊടുക്കുക, ഗോതമ്പ് മാവ്. എന്നിട്ട് പൂരിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് സാവധാനം പരത്തിയാൽ മതി. പക്ഷേ ആ ഒരു റൗണ്ട് ഷേപ്പല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നീളത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ 2 ഷീറ്റ് സെയിം സൈസ് ആക്കി എടുക്കുക. അപ്പോൾ 2 ഷീറ്റ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ഷീറ്റും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ സൈസിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട പപ്സാണ്. അപ്പോൾ ഇത് ഓവനിലൊന്നും അല്ല കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതും ഈ ഒരു ഷീറ്റും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് ഇതുപോലെ നടുക്ക് ഇട്ട് കൊടുത്തിട്ട് മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി താഴെയുള്ള ഷീറ്റ് ആദ്യം ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഷീറ്റും കൂടെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ 4 ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതിൻ്റെ മുകൾ ഭാഗം മുട്ടയുടെ വെള്ള ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം മാത്രം ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 12 എഗ് പഫ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലുള്ള ഫ്രൈ പാനിലാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മുട്ട പഫ്സ് വെച്ച് കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ അടിഭാഗം കുക്കായി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട്
ബേക്കായിട്ടുണ്ടെങ്കിൽ അടിഭാഗം ബേക്കായിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അടിഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്, മറ്റേ സൈഡും കൂടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. സെയിം 5 മിനിറ്റ് മാത്രം ബേക്ക് ചെയ്തെടുത്താൽ മതി. തിരിച്ചും ഇടയ്ക്കൊന്ന് 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വിസിൽ ഊരിയിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മുട്ട പപ്സാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ മുമ്പ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്